തൃശൂർ കയ്പമംഗലത്ത് 45 ലക്ഷം രൂപയുടെ സൈബർ തട്ടിപ്പ് കേസിൽ 4 അംഗ സംഘം അറസ്റ്റിൽ. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിക്ഷേപിക്കാൻ പണം വാങ്ങിയായിരുന്നു തട്ടിപ്പ്. സിനിമാ റിവ്യൂവിന് പ്രതിഫലം നൽകി വിശ്വാസം നേടിയെടുത്ത ശേഷമായിരുന്നു തട്ടിപ്പ് നടത്തിയത്. കെ അഖിൽ വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ, ആരുടെ പണമാണ് തട്ടിയെടുത്തത്? അജുസ്, ഇത്തരത്തിൽ അതായത് ഒരു തൃശൂർ സ്വദേശിയായിട്ടുള്ള യുവാവ് നൽകിയ പരാതിയിലാണ് ഇത്തരത്തിൽ പോലീസ് ഒരു നടപടി എടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഒന്നിലധികം ആളുകളിൽ നിന്നും ഇവർ പണം തട്ടിയതായുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ ഈ കയ്പമംഗലം പോലീസ് എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം ആനാട് സ്വദേശി ഷഫീറ, അതുപോലെ തന്നെ കൊല്ലം കടക്കൽ സ്വദേശി അബ്ദുൾ അയ്യൂബ്, കൊല്ലം മാടത്തറ സ്വദേശിയായിട്ടുള്ള ഷിനോജ് അസ്ലം, ഈ 4 പേരെയാണ് നിലവിൽ പിടികൂടിയിരിക്കുന്നത്. ഇവരുടെ രീതി എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ടെലഗ്രാം പ്ലാറ്റ്ഫോം വഴി ഈ സിനിമകൾക്ക് റിവ്യൂ എഴുതി നൽകുന്നതിന് സ്റ്റാറുകൾ ലഭിക്കുന്നതനുസരിച്ച് പണം നൽകി വിശ്വാസം നേടിയെടുക്കുന്നു. തുടർന്ന് അതിനുശേഷം അവരിൽ നിന്നും ഈ ഇത്തരത്തിൽ ഷെയർ മാർക്കറ്റുകളിലേക്കോ സ്റ്റോക്ക് മാർക്കറ്റിലേക്കോ പണം ഇട്ട് കൂടുതൽ ലാഭം നൽകാൻ കഴിയുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം നേടിയെടുത്ത് തട്ടിപ്പ് നടത്തുന്ന രീതി. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ഈ പല ആളുകളിൽ നിന്ന്, കോളേജ് വിദ്യാർത്ഥി അടക്കമുള്ള ആളുകളിൽ നിന്നും ഈ സ്റ്റോക്ക് മാർക്കറ്റിനായിട്ട് എന്ന് പറഞ്ഞ് അക്കൗണ്ട് തുടങ്ങുകയും അവരുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങുകയും അതിന്റെ ATM ഇവർ കൈക്കലാക്കുകയും ചെയ്യുന്നു. ഈ അക്കൗണ്ടുകൾ വഴിയാണ് പണമിടപാടുകളൊക്കെ തന്നെ നടക്കുന്നത്. ഇത്തരത്തിൽ ഇവരിൽ നിന്നും ഇതര സംസ്ഥാനത്തിൽ സ്വദേശികളായ ആളുകളുടെ പേരുകൾ അടക്കമുള്ള 18ഓളം ATM അടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ തൃശൂർ സൈബർ പോലീസിന്റെ സഹായത്തോടെ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഒരാളെ കർണാടകയിൽ നിന്നും മറ്റ് 3 പേരെ തിരുവനന്തപുരത്ത് നിന്നും പിടികൂടുന്നത്. ഇത്തരത്തിൽ അതായത് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ SIമാരൊക്കെ സൂരജ്, CPOമാരായ സുനിൽകുമാർ, ജ്യോതിഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വത്തിലുള്ള സംഘമാണ് എന്തായാലും ഈ 45 ലക്ഷം രൂപ വരുന്ന സൈബർ തട്ടിപ്പ് സംഘത്തെ പിടികൂടിയത്. കൂടുതൽ ആളുകളിൽ നിന്നുള്ള, അതായത് ഇതിൽ ഒരുപക്ഷെ ഇനിയും തുക വർദ്ധിക്കാനും സാധ്യത, കൂടുതൽ ആളുകളിൽ നിന്നും ഇതിൽ തുകയുടെ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടത്തുകയാണ്. ഒരാളിൽ നിന്നല്ല ഈ 45 ലക്ഷം രൂപ വാഗ്ദാനം നൽകി പല ആളുകളിൽ നിന്നായി നേടിയെടുത്തതാണ് ഈ 45 ലക്ഷം രൂപയുടെ തട്ടിപ്പ്. ശരി അഖിൽ.